ഓപ്പൺ ആയിട്ട് ബാക്കിലോട്ട് എടുത്ത് കോംപ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യാം. ഈ ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു സാരിയാണ് നമ്മൾ ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് സാരി ഡ്രേപ്പിംഗ് ട്യൂട്ടോറിയലിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇടുന്ന പല്ല് നമുക്ക് പ്ലീറ്റ് ചെയ്യാം. സോ അത് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ഫസ്റ്റ് നമ്മളിത് കുറച്ച് വീതിയിൽ ഇടണം. ബാക്കി ഇതിലെ ബാക്കിൽ വരുന്നതെല്ലാം അതിനേലും ചെറുത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഉണ്ട്, ഇത് കുറച്ച് വലുതാണ്. ഈ ബാക്കി വന്നതെല്ലാം നമ്മൾ ചെറുത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇപ്പം ഇത് വീതിക്ക് എടുക്കണം എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ചെറുതായിട്ട് എടുത്തിട്ട് ഈ ലാസ്റ്റ് വരണത് നമ്മൾ ആദ്യം എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. ഇപ്പം ഇത് ഇങ്ങോട്ട് വന്നാൽ ഈ ലാസ്റ്റ് തന്നെ പോർഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വേണം വരാൻ. എന്നാലും നമ്മൾ പ്ലീറ്റ്സ് ഇവിടെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകും. നമുക്ക് കറക്റ്റായിട്ട് ഇടണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്ന രീതിയിൽ നമ്മൾ പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം എത്തിക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് പിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് പ്ലീറ്റ് എടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും ഡോറിൻ്റെ സൈഡിൽ എങ്ങനെയെങ്കിലും ലോക്കാക്കി വെക്കാം ഈ അറ്റത്തെ ഭാഗം. അപ്പം എനിക്കിവിടെ ആളുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ആളുടെ കൊടുത്ത്, എന്നിട്ട് ഈ മെയിൻ ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് പിടിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ കുറച്ചധികം ലെങ്ത്തിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിൻ ചെയ്തിട്ട് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അയൺ ചെയ്യാനുള്ള സാരിയാണ്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഷോൾഡറിൽ ഈ പ്ലീറ്റ് എടുത്ത് വെച്ചേക്കണം. ഷോൾഡറിൽ പ്ലീറ്റ് എടുത്ത് വെച്ചാൽ നമുക്ക് എന്തോരം ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഞാനൊരു മാർക്കിങ് കൊടുക്കാൻ വേണ്ടി പോകണേ. ഈ മാർക്കിങ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവൽ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് അയൺ ചെയ്യുമ്പം വിടർത്തി കൊടുക്കണം. എന്നിട്ട് വേണം ചെസ്റ്റ് പ്ലീറ്റിൻ്റെ അവിടെ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ചെയ്യാം. നമുക്ക് പ്ലീറ്റ്സ് എല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്യാം. നമ്മൾ നേരത്തെ പിൻ ചെയ്ത് അവിടെ നിന്ന് പ്ലീറ്റ്സ് എല്ലാം നമ്മൾ ഒരേ സ്പേസ് വിട്ടിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീക്കി നമ്മൾ അത് കറക്റ്റായിട്ട് അയൺ ചെയ്ത് താഴേക്ക് അയൺ ചെയ്യണം. അതുപോലെ തന്നെ ഫുള്ള് നമുക്ക് എന്തോരം ലെങ്ത്തിൽ വേണോ അത് കണ്ടിന്യൂസ് നമ്മൾ ഈ താഴേക്കും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് ചെയ്യണം. നമുക്ക് ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നല്ല പ്ലീറ്റ്സ് കിട്ടണം എന്നാണെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് കുത്താം. പ്രത്യേകിച്ച് ഇപ്പം എന്നെ പോലെ കുറച്ച് വണ്ണമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ച് നീക്കിയിട്ട് ഇടാക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ല പ്ലീറ്റ്സ് കിട്ടും. അല്ല നമുക്കധികം പ്ലീറ്റ്സ് വേണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മിഡ് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ നമുക്ക് ടക്കിൻ ചെയ്തിട്ട് റൗണ്ട് കറങ്ങിക്കോ കറങ്ങി നേരെ ഇവിടെ ഇൻ ചെയ്ത് കൊടുക്കാം. കാലൊക്കെ നമ്മളിത് ടക്കിൻ ചെയ്ത് ഇനി നമുക്കിത് ഒരു റൗണ്ട് വന്നിട്ട് ഷോൾഡറിലോട്ട് നമ്മുടെ പ്ലീറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. ചെസ്റ്റ് പ്ലീറ്റ് എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഈ സൈഡ് എടുത്തിട്ട് നമുക്ക് താഴേക്ക് ഒന്ന് വലിച്ചു കൊടുക്കണം. ഇങ്ങനെ എടുക്കരുത്, പകരം നമുക്ക് താഴേക്കൊന്ന് എടുത്തിട്ട് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ടൈറ്റായി കിട്ടും. സാരി കംപ്ലീറ്റ് ആയിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് എടുക്കാം. താഴേക്ക് വലിക്കുക. പ്ലീറ്റ്സ് ഒക്കെ ജസ്റ്റ് റാൻഡമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലെവലിൽ സാരി എടുത്ത് നമുക്ക് ഇവിടുത്തെ പ്ലീറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്ലീറ്റ് വലുതായിട്ടും ബാക്കിയുള്ളതൊക്കെ എല്ലാം ചെറുതായിട്ടും നമ്മൾ
ചെസ്റ്റ് പ്ലീറ്റ് ഇവിടെ എടുത്തതുപോലെ തന്നെ ഇവിടെയും എടുത്തു കൊടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് പിൻ ചെയ്യാം. നമുക്കിനി ഇവിടുത്തെ പ്ലീറ്റ്സ് നമ്മൾ എടുത്തിട്ട് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ കുറച്ച് ക്ലോസ് ആയിട്ട് എനിക്ക് നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ട നമുക്ക് ഇവിടെ കുറേ പ്ലീറ്റ്സ് കിട്ടി. കാരണം നമ്മൾ ഫസ്റ്റത്തെ ഇത് മാത്രം നമ്മൾ വലുതാക്കി എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തേക്കണം. അതുകൊണ്ട് നമുക്കിവിടെ കുറേ പ്ലീറ്റ്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ സൈഡിലെ പ്ലീറ്റ് എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് ടക്ക് ഇൻ ചെയ്യാം. വലിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പിന്നെ ഡബിളായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. ഒറ്റ ഇതായിട്ടല്ല, ഞാൻ കാണിച്ചു തരാം. നമുക്ക് പിന്നെ ഇതുപോലെ ഒരു പ്രാവശ്യം എടുത്തിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഇതാക്കി കൊടുത്താൽ പിന്നെ അവിടെ നിന്ന് മൂവ് ആവില്ല, അവിടെ തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളും. അത് കഴിഞ്ഞ് നമുക്ക് സൈഡിലെ പ്ലീറ്റ്സ് എടുക്കാം. അവിടെ നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കിയിട്ട് സൈഡിലെ പ്ലീറ്റ്സ് എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കയറിപ്പോവും. എല്ലാ പ്ലീറ്റ്സും ഇവിടെ തന്നെ എടുക്കാണ്ട് താഴേക്കും കൂടെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും ഡബിളായിട്ട് ഇവിടെ പിൻ ചെയ്ത് വയ്ക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്രാവശ്യം എടുത്ത് വീണ്ടും ഒരു പ്രാവശ്യം എടുത്ത് പിൻ ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ സൈഡിലായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ പ്ലീറ്റ്സ് ഇവിടെ ടക്കിൻ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് താഴെയുള്ള ലെവൽ നോക്കണം. നമുക്ക് നടക്കാനൊക്കെ പറ്റണ ഒരു ഇതിൽ ഓക്കെ ആണെന്ന് നോക്കിയിട്ട് ബാക്കി വന്നാൽ നമുക്ക് പിന്ന് കാണാണ്ട് ടക്കിൻ ചെയ്ത് കൊടുക്കാവേ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ സാരി ഡ്രിപ്ഡ് ലുക്ക്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ നമ്മൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമെങ്കിൽ മറക്കാണ്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.